നമസ്കാരം, ഞാൻ രാകേഷ് MG. നമ്മുടെ വാഹനത്തിൻ്റെ AC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കുറയോ? ഇത് പലരുടെ മനസ്സിലുള്ളൊരു സംശയമാണ്. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതാരും ശ്രദ്ധിക്കാറില്ല. എന്നാലും ചിലരെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ജിനു ജോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, ഒരു സംശയം, വണ്ടി AC ഇട്ട് ഓടുമ്പോൾ വണ്ടിയുടെ മൈലേജ് കുറയുമോ ഇല്ലയോ? ഒരു വീഡിയോ ചെയ്യാമോ? 100%. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ AC റിലേറ്റഡ് ആയിട്ട് ചെയ്ത ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം കണ്ട് കാണത്തില്ലായിരിക്കും. ഇനി ഇതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തന്നേക്കാം. അതായത് വാഹനത്തിൻ്റെ AC ഇട്ട് ഓടിക്കഴിഞ്ഞാൽ മൈലേജ് കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട്, പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്ട് ട്രിപ്പൊക്കെ മാത്രമാണ്, അതായത് വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തും ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 കിലോമീറ്ററൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സാധാരണ ആ വാഹനത്തിന് കിട്ടുന്ന ഒരു ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നതായിരിക്കത്തില്ല. ഏകദേശം ഒരു 17 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു 16 ആയിട്ട് നമുക്ക് കുറയുന്നതായിരിക്കും. പക്ഷേ നിങ്ങളൊരു ലോങ് ഡ്രൈവ് പോവുകയാണ്, ലോങ് ഡ്രൈവ് എന്ന് ഞാൻ ഉദ്ദേശിച്ച് ഏകദേശം ഒരു 10 കിലോമീറ്റർ പ്ലസ് തന്നെ കൂട്ടിക്കോളൂ. അതായത് 10 കിലോമീറ്ററിന് മുകളിലോട്ട് നമ്മൾ ഒരു വാഹനം യാത്ര ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വാഹനത്തിന് കൃത്യമായിട്ട് കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസി തന്നെ കിട്ടുന്നതായിരിക്കും. എങ്ങനെയെന്നുള്ളതും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. കാരണം ആദ്യം ഒരു വാഹനം ഐഡിൽ നിൽക്കുന്ന സമയത്ത് ആ വാഹനത്തിനകത്ത് തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതായിരിക്കത്തില്ല. അപ്പോൾ അന്നേരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? വാഹനം സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ AC കംപ്രസർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? എഞ്ചിൻ്റെ ഒരു ലോഡ് തന്നെയാണ് AC കംപ്രസർ എടുക്കുന്നത്. അങ്ങനെ ഒരു ലോഡും കൂടെ എടുക്കുന്ന സമയത്ത് എഞ്ചിന് കൂടുതൽ പവർ കൺസ്യൂം അല്ലെങ്കിൽ പവർ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പവർ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് കൂടുതൽ ഫ്യൂൽ അവിടെ ബേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ക്യാബിൻ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ, അതായത് വാഹനത്തിൻ്റെ ക്യാബിൻ തണുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ACയുടെ കംപ്രസർ ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ആകും. അതായത് തണുപ്പായി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആകും. അതിനനുസരിച്ച് അതുകൊണ്ടാണ് ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ വാഹനം കഴിവതും ഓടിക്കുന്ന സമയത്ത് ബ്ലോവർ സ്പീഡ് ഒരു 1 തന്നെ ഇടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഏറ്റവും ബെസ്റ്റ് മൈലേജ് കിട്ടുന്ന ഒരു ബ്ലോവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഈ ബ്ലോവർ സ്പീഡ് പലർക്കും സംശയം കാണും. 1ലോ 2ലോ 3ലോ ഇടുന്ന സമയത്ത് എന്താണ് മാറ്റം വരുന്നത്? ഇത് വെറും കറണ്ടിലല്ലേ ഓടുന്നത്, അല്ലെങ്കിൽ ബാറ്ററി കറണ്ട് എടുത്ത് ബ്ലോവർ അല്ലേ വർക്ക് ചെയ്യുന്നത്? എങ്ങനെ ഇതും നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബന്ധിപ്പിക്കാൻ പറ്റും. കാരണം വാഹനത്തിൻ്റെ ബ്ലോവർ സ്പീഡ് കൂടുന്നതിനനുസരിച്ച്, അതായത് 1, 2, 3, 4 എന്ന് പറഞ്ഞ ബ്ലോവർ സ്പീഡ് കൂടുന്നതിനനുസരിച്ച്, ചിലതിന് 1, 2, 3 കാണത്തില്ല, കുറേ കട്ടകളായിരിക്കും, ഓട്ടോമാറ്റിക് വേരിയൻസ് ഒക്കെയാണ്, ഓട്ടോ AC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ മൈലേജ് കുറയും എന്ന് പറയുന്നതിൻ്റെ കാരണം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഫസ്റ്റ് സ്പീഡിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് കാറ്റെടുക്കുന്നത്, അതായത് നമ്മുടെ കൂളിംഗ് കോയിൽ, അതായത് നമ്മുടെ ഇവാപ്പറേറ്റർ അസംബ്ലി, നമ്മുടെ ACയുടെ കംപ്രസർ തണുപ്പിക്കുന്ന യൂണിറ്റാണ് ഇവാപ്പറേറ്റർ അസംബ്ലി. ഇതിലുണ്ടാകുന്ന തണുപ്പാണ് ഈ ബ്ലോവർ വഴി വലിച്ച് നമുക്ക് ക്യാബിനിലോട്ട് തരുന്നത്. കൂടുതൽ സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ പെട്ടെന്ന് ഇതിൽ നിന്ന് തണുപ്പിനെ വലിച്ചെടുക്കും. അന്നേരം പെട്ടെന്ന് ഇതിൻ്റെ തണുപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിൻ്റെ തണുപ്പ് നഷ്ടപ്പെടുന്ന ഫലമായിട്ട് AC കംപ്രസർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വിത്ത് പ്രൂഫ്, അതായത് ഞാനൊരു OBD റീഡർ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ആ വീഡിയോ ഒന്ന് പിൻ ചെയ്തിട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. അതുകൊണ്ട് മൈലേജ് കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ഓടിയിലും കൂടി ഇതിനകത്ത് വളരെ ബന്ധമുള്ളൊരു കാര്യമാണ്. വാഹനം ഓടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമ്പനി പറയുന്ന ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെ കിട്ടുന്നതായിരിക്കും വിത്ത് AC. പക്ഷേ ചെറിയ ട്രിപ്പൊക്കെ ആണെന്നുള്ള ഒരു ഏകദേശം 3 കിലോമീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്റർ ഒക്കെ നമ്മൾ ഓടുകയാണെങ്കിൽ ആ ഓടുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഫ്യൂൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് പലപ്പോഴും പറയുന്നത്, ഞാൻ വാഹനം എടുത്തു, വാഹനത്തിൽ ഞാൻ 500 രൂപയ്ക്ക് അടിച്ചു, ഞാൻ ഒരു 10 ദിവസം കഴിഞ്ഞ് പിന്നെ പോയി ഫ്യൂൽ ഫില്ല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതായത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി ഫ്യൂൽ ഫില്ല് ചെയ്യാൻ നോക്കിയപ്പം എനിക്ക് ഒട്ടും മൈലേജ് കിട്ടില്ല, വെറും 10 കിലോമീറ്റർ പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വാഹനം എടുത്ത് ഡെയിലി ഒരു 5 കിലോമീറ്റർ ആയിരിക്കും ഓടുന്നത്. ഈ 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വാഹനത്തിൻ്റെ മൈലേജ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്നേരം തന്നെ നമ്മൾ വാഹനം ഓഫ് ചെയ്ത് പണിക്ക് കയറി, പിന്നെയും തിരിച്ചു വന്നു, പിന്നെ വാഹനം ഓടിച്ച് തിരിച്ച് വീട്ടിൽ വരുന്നു, ഒരു 5 കിലോമീറ്റർ ഓടുന്നുള്ളായിരിക്കും. അപ്പോൾ കുറഞ്ഞ കിലോമീറ്റർ ഓടുകയാണെങ്കിൽ മൈലേജ് നമുക്ക് താഴെ പോകും. അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ബൈക്ക് യൂസ് ചെയ്യുന്നവർക്ക് പലർക്കും ഈ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാകും. കാരണം ബൈക്ക് നമ്മൾ സ്ഥിരം ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഒക്കെ, ഞാൻ ഉൾപ്പെടെ എൻ്റെ ഒരു കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ബൈക്കാണ് യൂസ് ചെയ്ത് കമ്പനി പോയിക്കൊണ്ടിരുന്നത്. 6 കിലോമീറ്റർ ഡെയിലി ഓടുന്നതാണ്, 12 കിലോമീറ്റർ. പക്ഷേ ഈ 6 കിലോമീറ്റർ ഓടുമ്പോൾ ഞാൻ അടിക്കുന്ന ഫ്യൂവലിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ, ഞാനൊരു ലോങ് പോവുകയാണ്, ഒരു ദിവസം ഒരു 50 കിലോമീറ്റർ അല്ല 60 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് പോവുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ നേരെ ഇരട്ടിയായിരിക്കും ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. ഞാൻ ബൈക്കിൻ്റെ കാര്യത്തിൽ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു സംശയം ആരുടെ മനസ്സിൽ വെച്ചേക്കേണ്ട, AC ഇട്ട് കഴിഞ്ഞാൽ മൈലേജ് കുറയുമെന്ന് ചോദിച്ചാൽ 100% നമുക്ക് വാഹനത്തിൻ്റെ മൈലേജ് കുറയുന്നതായിരിക്കത്തില്ല. പക്ഷേ ഷോർട്ട് ട്രിപ്സ് അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.